ഡി നീ. അമ്മു വീണ്ടും എന്തോ പറയാൻ വന്നതും പാറു വാതിൽ തുറന്നു. എടി പിശാശെ, നിന്നെ ഞാൻ. ദേഷ്യത്തോടെ എന്തോ പറയാൻ വന്നപ്പോഴാണ് അമ്മു അവളെ ശ്രദ്ധിച്ചത്. ചുവന്നു തുടുത്ത് ഒരുമാതിരി ആയിട്ടുണ്ട് പെണ്ണ്. അത് കണ്ടതും അമ്മുവിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. എന്തായിരുന്നു അകത്ത് രണ്ടും കൂടി പരിപാടി? അമ്മുവിൻ്റെ ചോദ്യത്തിൽ പാറു പെട്ടെന്നൊന്ന് വിളറി ചിരിച്ചു. അച്ചോടാ, ഹൗ ക്യൂട്ട്. നീ എന്താ ഇത്ര പാവമായി പോയേ എൻ്റെ പാറൂസേ? ഞാൻ വരാൻ അല്പം വൈകിയിരുന്നുവെങ്കിൽ ഇതൊരു മണിയറായേനെ അല്ലേ? പാറുവിൻ്റെ കവളിൽ വലിച്ചു വിട്ടുകൊണ്ട് അമ്മു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അമ്മുവിന് ഒരുപാട് ഇഷ്ടമാണ് പാറുവിൻ്റെ കവളിൽ പിടിച്ചു വലിക്കുന്നത്. പാറുവിൻ്റേത് അല്പം തുടുത്ത കവിളായതിനാൽ തന്നെ വലിക്കുമ്പോൾ തുള്ളി തുളുമ്പി നിൽക്കും. അയ്യേ, ഈ പെണ്ണ് എന്തൊക്കെയാ ഈ പറയുന്നേ? നാണം വന്നല്ലോ എൻ്റെ ചുന്തിരി പെണ്ണിന്. പിന്നെ ചേട്ടൻ എന്തേ, പോയോ? ഇല്ല എന്ന് മൂളിക്കൊണ്ട് പാറു ബാൽക്കണിയിലേക്ക് നോക്കി. എങ്കിൽ വേഗം സംസാരിച്ച് പറഞ്ഞു വിടാൻ നോക്ക്. കുറച്ച് കഴിയുമ്പോൾ ആ പെണ്ണും പിള്ള ഇങ്ങോട്ട് എഴുന്നള്ളും. ചെല്ല് വേഗം, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അമ്മു അവളെ അവൻ്റെ അരികിലേക്ക് ഉന്തിക്കൊണ്ട് പറഞ്ഞു. പാറു അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളെ തന്നെ നോക്കി അവൻ നിൽക്കുന്നുണ്ട്. ഇടതുവശം ഭിത്തിയോട് ചേർത്ത് ചാരി കൈകൾ രണ്ടും പിണച്ച് കെട്ടിയാണ് നിൽക്കുന്നത്. ആ നിൽപ്പ് കാണാൻ പോലും അവൾക്ക് വല്ലാത്ത കൊതി തോന്നി. കം. അവിടെ വെളിച്ചമില്ലാത്തതിനാൽ തന്നെ കുറച്ച് മാറിയുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു നേരിയ വെളിച്ചത്തിൽ മാത്രമാണ് ഇരുവരും കാണുന്നത്. വൈ ആർ യു അവോയ്ഡിങ് മീ? അവൻ്റെ ചോദ്യത്തിൽ അവൾ മൗനം പാലിച്ചു. ഈസ് എവറിത്തിങ് ഫൈൻ? അതിനും അവളിൽ മറുപടിയില്ലായിരുന്നു. ഓക്കെ, ലീവ് ഇറ്റ്. അന്ന് ലൈബ്രറിയിൽ വെച്ച് സാന്ദ്ര എന്താ പറഞ്ഞത്? അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഷീ ഈസ് യുവർ എൽഡർ സിസ്റ്റർ, റൈറ്റ്? അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവന് തന്നെപ്പറ്റി എല്ലാം അറിയാമെന്ന് അവൾക്ക് മനസ്സിലായി. ശരീരം ആകെ തളരുന്ന പോലെ തോന്നി അവൾക്ക്. പക്ഷേ പെട്ടെന്ന് തന്നെ അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ. ബേബി, ഐ ലവ് യു. അതിൽ കവിഞ്ഞൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് നിന്നെയാണ് വേണ്ടത്, എൻ്റെ പാറൂട്ടനെ മാത്രം. നിന്റെ പാസ്റ്റ് എനിക്ക് വിഷയമല്ല. പ്രസൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എൻ്റെ ഒപ്പമാണ്. പിന്നെ ഫ്യൂച്ചർ, അതും എൻ്റെ ഒപ്പമായിരിക്കും. അവൻ പറഞ്ഞവസാനിച്ചതും അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവനെ പുണർന്നു. എനിക്ക് ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. കാശിയേട്ടനെ മോഹിക്കാൻ പോലും യോഗ്യതയില്ലെന്ന് തോന്നി. ഒത്തിരി കരഞ്ഞു. സങ്കടം തോന്നി, വേദന തോന്നി. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ കൂടി പോയതും ആ വേദന കൂടി. പക്ഷേ 2 ദിവസം, ഈ 2 ദിവസം കൊണ്ട് ഞാൻ ഇല്ലാതെയായിപ്പോയി. ഈ കാശിനാഥനില്ലെങ്കിൽ പാർവതിക്ക് ശ്വസിക്കാൻ പോലും കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ സമയമാണത്. ഇറ്റ്സ് ഓക്കെ ബേബി, റിലാക്സ്. ഏങ്ങലും കിതപ്പും കാരണം ശ്വാസം എടുക്കാൻ പോലും അവൾ വല്ലാതെ ബുദ്ധിമുട്ടും പോലെ അവന് തോന്നി. ഇനി ഇതുപോലെ ചെയ്യലേ കാശിയേട്ടാ, ഞാൻ മരിച്ചു പോകും. പാർവതി! അവൻ്റെ ആ വിളിയിൽ നിന്ന് തന്നെ താൻ പറഞ്ഞത് അവൻ ഇഷ്ടമായില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് തേങ്ങി. ഈ ദേവി കാശിനാഥ അയ്യരുടെ പ്രണയമാണ് നീ. അതുതന്നെയാണ് അവനെ സ്വന്തമാക്കാനുള്ള നിന്റെ അർഹതയും. അത് എന്നും നിന്റെ മനസ്സിലുണ്ടാകണം. പാറു! അകത്തു നിന്നും അമ്മ വിളിക്കുന്നത് കേട്ട് അവളൊരു ഞെട്ടലോടെ അവനിൽ നിന്നും അകന്നു മാറി. സമയം ഒത്തിരി ആയില്ലേ, കാശിയേട്ടൻ പൊയ്ക്കോ. രാധാമ്മ വരാറായി. ഹോസ്റ്റൽ വാർഡൻ, വേഗം പോ. അവനെ ഉന്തിത്തള്ളിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ. 1 സെക്കൻഡ്, ഐ ഫോർഗോട്ട് സംതിങ്. ഫോണാണോ? എന്തോ ഓർത്തപോലെ അവൻ പറഞ്ഞത് പാറു ഉടനെ ചോദിച്ചു. നോ. യാ, ഗോട്ട് ഇറ്റ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിക്കൊണ്ട് അതരങ്ങളെ ആവേശപൂർവ്വം നുണഞ്ഞു. അവളുടെ ഇരുതളങ്ങളെയും തൻ്റെ ചുണ്ടിനാലും നാവിനാലും താലോലിച്ചുകൊണ്ടുള്ള മൃദുവായ ചുംബനം. പാറു! അമ്മുവിൻ്റെ ശബ്ദം കേട്ടതും ഒന്ന് ആഞ്ഞു നുണഞ്ഞു വലിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി. അവളൊരു നാണത്തോടെ മുഖം കുനിച്ചു. ബൈ ബേബി, ഗുഡ് നൈറ്റ്. അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടി. പെട്ടെന്നായതിനാൽ തന്നെ പാറു ഒന്ന് ഞെട്ടി. ഈശ്വരാ, എന്തെങ്കിലും പറ്റിക്കാണോ? അവളൊരു ടെൻഷനോടെ ഓർത്തു. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ അകത്തേക്ക് പോയി. പരിചയമില്ലാത്ത നമ്പർ കണ്ട് അവളുടെ കണ്ണുകൾ ചുരുങ്ങി. ഹലോ ബേബി. ആ ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. എന്തെങ്കിലും പറ്റിയോ? ഓക്കെ. എനിക്ക് തോന്നി ഇതും ആലോചിച്ച് നിൽക്കുമെന്ന്. ചെല്ല്, ഉറങ്ങിക്കോ. സീ യു ടുമാറോ. ലവ് യു, ഉമ്മ. അത്രയും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു അവൻ. അവൾക്കും അത്രയും മതിയായിരുന്നു.
ഇനി എന്തൊക്കെ വന്നാലും കാശിയിൽ നിന്നും തനിക്കൊരു മടക്കമില്ലെന്ന് അവൾ അന്ന് ആ രാത്രിയിൽ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഒരുവളുടെ കടന്നുവരവോടെ എല്ലാം തകിടം മറിയുമെന്നവൾ അറിഞ്ഞില്ല. ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ ആ ഒരുവൾ കാരണം നഷ്ടമാകുമെന്നറിയാതെ പാറു കാശി നൽകിയ സുന്ദര നിമിഷങ്ങൾ ആലോചിച്ചുകൊണ്ട് നാണത്താൽ ചാലിച്ച ചിരിയോടെ നിദ്ര പുൽക്കി. വലിയൊരു ഹാള്. അവിടം പൂക്കളാൽ മനോഹരമാക്കിയിരിക്കുന്നു. നിരവധി ആളുകളുണ്ട് അവിടെ. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. പെട്ടെന്ന് കുറച്ച് സ്ത്രീകളുടെ ഒപ്പം ഒരു പെൺകുട്ടി നടന്നു വരുന്നത് കണ്ടു. ഒരു വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് അവള്. അവരെന്തോ പറയുന്നതിന് നാണത്തോടെ ചിരിക്കുന്നുണ്ട് അവൾ. തൻ്റെ അരികിലായി വന്നു നിന്നതും അവൾ മുഖമുയർത്തി ഒരു നാണത്താൽ കലർന്ന ചിരി സമ്മാനിച്ചു. അവൻ്റെ അതിരങ്ങളിലുമുണ്ട് നിറഞ്ഞ ചിരി. റെഡ് റോസ് പെറ്റൽസ് കൊണ്ട് നിറഞ്ഞ താലത്തിലായിരിക്കുന്ന റിംഗ് കാണവേ ഇരുവരും പരസ്പരം മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അതേ ചിരിയോടെ തന്നെ അതിൽ നിന്നും റിംഗ് എടുത്ത് അവളുടെ വിരലിലേക്ക് അണിയിച്ചതും. നോ! ദേവൊരലർച്ചയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഒരു സ്വപ്നമാണെങ്കിലും അവനൊട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല അത്. കാരണം അതിൽ കണ്ട മുഖം അവൻ്റെ തന്നെയാണ്. പക്ഷേ ആ പെൺകുട്ടിക്ക് പാറുവിൻ്റെ മുഖമല്ലായിരുന്നു. ആ വാട്ട്! അവൻ കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അലറി. തൻ്റെ പാറുവിൻ്റെ സ്ഥാനത്ത് വേറെ ഒരുവൾ. ഒരിക്കലും അങ്ങനെയൊന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് വീണ്ടും വീണ്ടും ആലോചിക്കും തോറും അവൻ്റെ തല വേദനിക്കാൻ തുടങ്ങി. പക്ഷേ അവൻ മെഡിസിൻ കഴിക്കുവാൻ കൂട്ടാക്കിയില്ല. തല വെട്ടിപ്പൊളിയും പോലെ തോന്നിയതും അവൻ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അലറി. അവസാനം ബോധം മറഞ്ഞ് അവൻ ബെഡിലേക്ക് തന്നെ വീണു. തൻ്റെ കയ്യിലെ റിങ് നോക്കിക്കൊണ്ടവൾ അവനോടെന്ന പോലെ സംസാരിച്ചു കൊണ്ടിരുന്നു. ദേവ്, എന്നെ മാത്രം എന്തേ മറന്നു? നിനക്കായി ഒരുവൾ ഇവിടെ കാത്തിരിക്കുന്നത് അറിയുന്നുണ്ടോ നീയെ? ഇന്നത്തെ ദിവസം, അതിൻ്റെ പ്രത്യേകത അറിയോ നിനക്ക്? നമ്മൾ സ്വപ്നം കണ്ട നിമിഷം. നമ്മുടെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തേനെ, അല്ലേ ദേവ്? തൻ്റെ റിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് നിറമിഴികളോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ കാത്തിരിക്കും ദേവ്, നീ എന്നിലേക്ക് വരുന്നതിനായി. എത്ര ജന്മം വേണമെങ്കിലും എൻ്റെ മാത്രമാകുന്നതിനായി. പക്ഷേ ഇനി ഈ ഒളിച്ചുകളി നമുക്ക് നിർത്താം. ഞാൻ അകന്നു നിൽക്കും തോറും നിന്റെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടാകില്ല. അതിന് നിന്നിലേക്ക് ഞാൻ എത്തുക തന്നെ വേണം. അത്രയും പറഞ്ഞുകൊണ്ട് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് എന്തോ തീരുമാനിച്ചതുപോലെ റൂമിന് പുറത്തേക്ക് നടന്നു. പിറ്റേ ദിവസം കോളേജിലെ തങ്ങളുടെ സ്ഥിരം പ്ലേസിൽ ഇരിക്കുകയാണ് ദേവും ഗ്യാങ്ങും. വന്നപ്പോൾ മുതൽ ദേവ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ് എന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. ദേവ്, എന്താടാ? പാർവതിയുമായി വീണ്ടും എന്തെങ്കിലും പ്രോബ്ലം? ക്രിസ്റ്റി അവനരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഏയ് നോ. പിന്നെന്താ നിനക്ക്? എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? നീ മെഡിസിൻ കറക്റ്റായി എടുക്കുന്നില്ലേ? സൂര്യ ഒരു വേവലാതിയോടെ ചോദിച്ചു. മറ്റുള്ളവർക്കും അങ്ങനെയൊരു തോന്നലുണ്ടായിരുന്നു. ദേവിന് 2.5 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടെന്ന് സൂര്യ പറഞ്ഞ് അവർക്കൊക്കെ അറിയാം. അതിൽ പിന്നെ ഓവറായി ടെൻഷൻ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയ്ക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടെന്നും സൂര്യ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. റിലാക്സ് സൂര്യ, ഐ ആം ഓക്കെ. ഇതൊന്നുമല്ല, ഒരു സ്വപ്നം. അത് ഓർക്കുമ്പോൾ അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ത് സ്വപ്നം? ആദിയായിരുന്നു ചോദിച്ചത്. ദേവ് അവൻ കണ്ടത് മുഴുവനും പറഞ്ഞു. ഇതിനാണോ? അത് വെറും ഒരു സ്വപ്നം മാത്രമല്ലേ, അതിനിത്ര വെറീഡാവേണ്ട. വിനു ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. സൂര്യ പക്ഷേ ഒരു ഞെട്ടലിലായിരുന്നു. അതിനൊപ്പം ചെറുതായി മനസ്സിൽ സന്തോഷവും തോന്നി. ഇതൊരു ഗുഡ് ന്യൂസാണ്. പതിയെ പതിയെ അവൻ ഓർമ്മകൾ തിരികെ കിട്ടും. അവൻ മനസ്സിലോർത്തുകൊണ്ട് ഫോണും എടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് മാറി. ആ ദേവ്, ദാ നിന്റെ മൂഡ് ഓഫ് മാറാനുള്ള മെഡിസിൻ വരുന്നുണ്ട്. കോളേജ് ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ട് വിനു പറഞ്ഞതും അവർ അവിടേക്ക് നോക്കി. അമ്മു എന്തോ പറഞ്ഞതിന് ഒരു ചിരിയോടെ എന്തോ തിരികെ പറയുന്നവളിൽ മാത്രമായിരുന്നു ദേവിൻ്റെ കണ്ണുകൾ. ഒരു ബ്ലാക്കിൽ വൈറ്റ് കളർ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ടോപ്പും ബ്ലാക്ക് ലെഗിൻസുമാണ് വേഷം. മുടി ഒന്നാകെ മെടഞ്ഞ് മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. പാറു എന്തോ പറഞ്ഞതും അമ്മു അവളെ മുടിയിൽ പിടിച്ച് ഒറ്റ വലി വിളിച്ചു. നന്നായി വേദനിച്ചത് കൊണ്ട് തന്നെ അവളുടെ മുഖം ഒന്ന് വല്ലാതെയായി. അത്ര നേരം ചിരിയോടെ നിന്നവൻ്റെ മുഖവും ആ ഒറ്റ നിമിഷം കൊണ്ട് മാറി. ഇന്ന് ആ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ആദ്യം പറഞ്ഞു പൂർത്തിയാകും മുന്നേ തന്നെ ദേവ് അവിടെ നിന്ന് നടന്നു നീങ്ങി. അയ്യോ, വേദനിച്ചോ? സോറിയടി, ഞാൻ പെട്ടെന്ന്. അമ്മു വല്ലാതെയായി. സാരല്ല, അത്ര വേദനയൊന്നുമില്ല. അറിയില്ലേടി പെണ്ണെ, ഈ മുടി കാണുമ്പോൾ ഇങ്ങനെ വലിക്കാൻ തോന്നും. അതും പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ മുടിയിൽ അമ്മു കൈവച്ചതും കാറ്റുപോലെ എന്തോ വന്ന് അവളുടെ മുന്നിൽ നിന്നു. അമ്മുവിൻ്റെ കണ്ണ് മിഴിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി.
പാറുവിൻ്റെ അവസ്ഥയും ഏകദേശം അത് തന്നെയാണ്. കം വിത്ത് മീ. അത്രയും പറഞ്ഞുകൊണ്ട് കാശി അവളുമായി മുന്നോട്ട് നടന്നു. നടത്തത്തിനിടയിൽ പാറു തിരിഞ്ഞു നോക്കിയതും കാണുന്നത് വാ പൊളിച്ച് നിൽക്കുന്ന അമ്മുവിനെയാണ്. അവളുടെ ആ നിൽപ്പ് കണ്ട് പാറു അറിയാതെ ചിരിച്ചുപോയി. വാട്ട്? അവൻ ചോദിച്ചതിന് ഒന്നുമില്ല എന്ന പോലെ മൂളിക്കൊണ്ട് അവനൊപ്പം നടന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ് ഗോവിന്ദ അല്ലേ പാറു? തങ്ങളുടെ അരികിലേക്ക് വരുന്നവരെ കണ്ട് വിനു ഒരു ചിരിയോടെ ചോദിച്ചു. ഈ പൂച്ചക്കുട്ടി ഒന്നും മിണ്ടുന്നില്ലല്ലോ. ചിരിയോടെ നിൽക്കുന്ന അവളെ നോക്കി ക്രിസ്റ്റിയും പറഞ്ഞു. മറ്റേ ഏട്ടൻ എവിടെ? പതിഞ്ഞവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് ചിരിച്ചു. ഒരു കോൾ വന്നിട്ട് പോയതാ, ഇപ്പോൾ വരും, വാ. അവൾക്ക് നേരെ ഒരു കൈനീട്ടിക്കൊണ്ട് ദേവ് വിളിച്ചതും മറ്റുള്ളവർക്ക് ഒരു ചിരി നൽകിക്കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് പതിയെ വണ്ടിയിലേക്ക് കയറി. ഓക്കെ ഗൈസ്, സീ യു ടുമാറോ. റിയ. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദേവ് പോയ വഴിയെ നോക്കി നിൽക്കുന്നവളെ ഡയാന ഒരു പേടിയോടെ വിളിച്ചു. കണ്ടില്ലേ നീ, ഇന്നലെ വന്ന ഒരുവൾ എൻ്റെ ദേവിനെ സ്വന്തമാക്കാൻ പോകുന്നു. സമ്മതിക്കില്ല. അവൻ എൻ്റെയാണ്, എൻ്റെ മാത്രം. എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമോ നീയെ? എന്താ? ഡയാന ഒരു പതർച്ചയോടെ തിരക്കി. നിന്റെ ഹോസ്റ്റലിലല്ലേ അവളും? ഒരു ഗൂഢമായ ചിരിയോടെ തിരക്കുന്നവളെ കണ്ടതും അവളുടെ മനസ്സിൽ എന്താണെന്ന് ഡയാനയ്ക്ക് മനസ്സിലായി. വേണ്ട റിയ, അത് റിസ്ക്കാണ്. ഒരു കാര്യം ചെയ്യാം, അവളെ അവിടെ നിന്നും എന്നേക്കുമായി പുറത്താക്കി തരാം. അതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ നീ കാണേണ്ട രീതിയിൽ കാണണം. അർത്ഥം വെച്ച് പറയുന്നവളെ നോക്കി റിയ പല്ല് കടിച്ചു. നീ ഇങ്ങനെ നോക്കണ്ട. ആ അജ്മലിനോട് ഞാൻ ചോദിച്ചപ്പോൾ എങ്ങുമില്ലാത്തൊരു റേറ്റാണ് പറയുന്നത്. നീ അവൻ്റെ ക്രഷല്ലേ, നീ ചോദിച്ചാൽ അവൻ എന്തും തരും, എന്തും. നീയൊന്ന് അവനെ വിടാതെ പിടിച്ചോ. ചിലപ്പോൾ പാർവതിയുടെ കേസിൽ അവനെ ആവശ്യം വരും. ഒന്നാലോചിച്ചപ്പോൾ റിയക്കും അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ എങ്ങനെയാ? ഓക്കെ, നീ പറയുന്ന സാധനം പറയുന്ന സമയം, പക്ഷേ അവളെ പുറത്തിറക്കിയ ശേഷം. ഡൺ. പക്ഷേ ഈ വീക്ക് പറ്റില്ല. ഇന്ന് അവൾ നാട്ടിലേക്ക് പോകും. പുറത്തേക്കിറങ്ങിയാൽ പിന്നെ അവൾ ദേവിനെ കാണില്ല, കാണാൻ അവൾ ഉണ്ടാകില്ല. ഗൂഢമായ ചിരിയോടെ പറയുന്നവളെ ഡയാന പുച്ഛത്തോടെ നോക്കി. ഒരുപക്ഷെ അവളേക്കാൾ മുന്നേ ദേവിൻ്റെ കയ്യാൽ തീരുന്നത് നീയായിരിക്കും. ഡയാന മനസ്സിലോർത്തുകൊണ്ട് ചിരിച്ചു. എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം? എന്തെങ്കിലും പ്രശ്നം? സൂര്യ, അവൻ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നീരജയോടായി സത്യ ചോദിച്ചു. ഇല്ല അങ്കിൾ. അവൻ്റെ മുന്നിലേക്ക് ചെല്ലാത്തിടത്തോളം അവനിലേക്ക് എൻ്റെ ഓർമ്മകളും വരില്ല. പക്ഷേ മോളെ, ദേവൂട്ടന് ഒരുപാട് ടെൻഷൻ താങ്ങാൻ പറ്റില്ല. ആൻറ്റി അതോർത്ത് പേടിക്കണ്ട. ഒരിക്കലും ഒന്നും ഫോഴ്സ് ചെയ്ത് ഞാൻ അവനെ ഉറപ്പിക്കാൻ നോക്കില്ല. എൻ്റെ പ്രസൻസിലൂടെ പതിയെ പതിയെ അവനായി തന്നെ എല്ലാം തിരിച്ചറിയും. മോൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങളായി എതിര് നിൽക്കുന്നില്ല. എന്നത്തേക്കാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്? ഒരു 10 ഡേയ്സ് കഴിഞ്ഞ്. കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് നേരെ കേരളത്തിലേക്ക്. അവൾ പറഞ്ഞതും സത്യൊന്ന് ചിരിച്ചു. പക്ഷേ മഹാലക്ഷ്മിയിൽ എന്തൊക്കെയോ അനർത്ഥമായി സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു.